गोपीजन वल्लभ यशोदनंदन यशोदनंदन राधामाधविके हरे कृष्ण। ओम शिवाय शिवाय बोले सजभागस्वामी गौर कथा थामराय भैराग्राम शिवाय बोले श्रीमती भक्तिवेदांत स्वामी नमस्ते सारस्वते गुरुवाणी प्रचारिणिशेषाश्वतारण या श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौरवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഗോവർദ്ധൻ പൂജ നടക്കുന്ന ദിവസമാണ്. ഗോവർദ്ധൻ്റെ സ്പെഷ്യൽ മെസ്സേജ് തന്നെ, ഗോവർദ്ധൻ പൂജയുടെ സ്പെഷ്യൽ മെസ്സേജ് കൃഷ്ണൻ്റെ സുപ്രീമസി കാണിക്കുന്നതാണ്. കൃഷ്ണൻ്റെ സുപ്രീമസി എന്താ? കൃഷ്ണാര പരമ ദിവ്യോത്തമ പുരുഷൻ. പക്ഷേ അത് നമുക്കറിയാം, വ്രജത്തിൽ പോലും അവർക്ക് പോലും സംശയത്തിലായിരുന്നു കൃഷ്ണൻ അത്രയൊക്കെ ഹയർ പൊസിഷനാണോ എന്നുള്ളത്. എന്താ കാര്യം? അത് മാല കെട്ടാൻ വേണ്ടിയിട്ട്, അതായത് വൈശ്യന്മാർ അവിടെ അധികം കൃഷി ഗോരക്ഷ വാണിജ്യം, ഇതാണ് അവരുടെ ബിസിനസ്, വ്യവസായം, അതുപോലെ കൃഷി ഗോരക്ഷ. ശരിക്കും വൈശ്യ കമ്മ്യൂണിറ്റിയിലാണ് അവിടെ അന്ന് കൃഷ്ണൻ, ആരുടെ കൂടെയാണ് കൃഷ്ണൻ ജീവിക്കുന്നവിടെ? നന്ദഗോപര്, അതുപോലെ തന്നെ യശോദമായി. അവരെന്താ വൈശ്യ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. എന്താ കാര്യം? അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃഷി ഇല്ലേ, ഗോരക്ഷ വാണിജ്യം. അപ്പോൾ ഗോരക്ഷയാണ് അവിടുത്തെ മെയിൻ. ഇപ്പോൾ ഗോരക്ഷ വേണമെന്നുണ്ടെങ്കിൽ അതിന് മഴ വേണം. എന്ത് വേണം? ഗോവർദ്ധനിലൊക്കെ നല്ലപോലെ മഴ പെയ്യണം അല്ലേ? ധാരാളം പശുവിന് പുല്ല് കിട്ടണം. പശുക്കൾ വളർന്നു കഴിഞ്ഞാൽ എന്തുമാത്രം പശുക്കളെ വളരുന്നതല്ല, ധാരാളമാണ്. എത്ര 90,000, 9 ലക്ഷം ഇത്ര പശു നന്ദഗോപുരമൊക്കെ ഉണ്ട്. അപ്പോൾ മഴ പെയ്തില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ അതുകൊണ്ട് എല്ലാ വർഷം ഇന്ദ്രന് വേണ്ടിയിട്ടൊരു യജ്ഞം നടത്താറുണ്ട് അവിടെ. ഇപ്രാവശ്യം അതുപോലെ തന്നെ. ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എൻ്റെ പ്രത്യേകത? കൃഷ്ണൻ 7 വയസ്സായിരിക്കുന്ന സമയത്ത് നടത്തും. ആ സമയത്ത് ഇതുപോലെ തന്നെ ഒരു യജ്ഞം നടത്താൻ വേണ്ടി അവരെന്തൊക്കെയോ എല്ലാ കാര്യങ്ങളും ഒരുക്കുകയാണ് യജ്ഞത്തിന് വേണ്ടിയിട്ട്. കൃഷ്ണൻ ഇത് കണ്ടു.
കൃഷ്ണൻ കണ്ടപ്പോൾ കൃഷ്ണൻ സാധാരണ ഒരു കുട്ടിയുടെ പോലെ ചോദിക്കുകയാണ് അച്ഛനോട്, ഇതെന്താ എൻ്റെ ആവശ്യം, എന്താ നിങ്ങൾ ചെയ്യുന്നു? പറഞ്ഞാൽ ഇതൊന്നും കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്ര വലിയ കാര്യമല്ലേ അതൊക്കെ, അതായത് വലിയ യത്നങ്ങളാണ്, അങ്ങനെ മനസ്സിലാവില്ല. അപ്പോൾ കൃഷ്ണൻ ചോദിക്കുക, എന്താ അങ്ങനെ എന്തെങ്കിലും രഹസ്യമുണ്ടോ? വീട്ടുകാർ തമ്മിൽ രഹസ്യത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അത് ഒരിക്കലും രഹസ്യം പാടില്ല. ഇത്തരം കാര്യങ്ങൾ എല്ലാം പൊളിറ്റീഷ്യൻസാണ് രഹസ്യങ്ങളൊക്കെ പല കാര്യങ്ങൾ, മറ്റൊരു ഓപ്പണായിരിക്കും. പക്ഷേ നമ്മൾ ഒരേ വീട്ടിലെ ആൾക്കാർ എന്തുകൊണ്ട് പറയും എന്തായാലും രഹസ്യം എന്ന് ചോദിക്കണം. പിന്നെ പറയും, ഓക്കെ ഇത് നമ്മളിതുപോലെ കൃഷിക്കാരാണ്, നമുക്ക് ഇത് വേണം, എന്ത് വേണം, മഴ വേണം. അപ്പോൾ അതിന് ഇന്ദ്രനാണ് മഴ പെയ്യുന്നത്. ഇന്ദ്രൻ മഴയുടെ ആളാണ്, പല ആൾക്കാരും പലരും അതിൻ്റെ ഇൻചാർജാണ്. അപ്പോൾ ഇന്ദ്രനെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ മഴ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രനുള്ളൊരു യാഗം നടത്തുകയാണ്, അത് എല്ലാ വർഷം നടത്താറുണ്ട് എന്ന് പറയും. അപ്പോൾ പറയും, അതെന്താ ഇന്ദ്രന് വളരെ നിരീക്ഷയുടെ പോലെ സംസാരിക്കുന്നതൊക്കെ, കടലിൽ മഴ പെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ അവിടെ ആരെങ്കിലും യാഗം നടത്തുന്നുണ്ട്, മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. ഇല്ല, അത് ആവശ്യമില്ല, കുട്ടിക്ക് അറിയാതെ എന്നുള്ള രീതിയിൽ പറയും. അവർ ഇത് നമുക്ക് ഗോവർദ്ധനാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഗോവർദ്ധന എല്ലാ പുല്ലുകളും എല്ലാവിധ കാര്യങ്ങളും നമ്മൾ തീറ്റിക്കൊണ്ടിടങ്ങി കൊണ്ടുവന്ന് ഗോവർദ്ധനയ്ക്ക് കൊണ്ടുവന്ന് പശുക്കളൊക്കെ. അപ്പോൾ ഗോവർദ്ധന നമുക്ക് പൂജിക്കാമെന്ന് പറയും. ഇല്ല, ആ പൂജ നമുക്ക് പിന്നെ നടത്താമെന്ന് പറയും. ആരെ അതൊക്കെ പറയും. അപ്പോൾ കൃഷ്ണൻ പറയും, അല്ല, ഇത് ഓൾറെഡി നിങ്ങൾ അതിന് പ്രോഗ്രാം അറേഞ്ച് ചെയ്തില്ല യജ്ഞത്തിന് വേണ്ടി, അപ്പോൾ നമുക്ക് ഇത് അതിനു വേണ്ടി ഉപയോഗിക്കാമെന്ന് പറയും. അങ്ങനെ കൃഷ്ണൻ പറഞ്ഞുകൊണ്ട് അവർ എഗ്രിയും ഇതിനുള്ള യജ്ഞത്തിനുള്ള എല്ലാവിധ അറേഞ്ച്മെൻറ്റും ചെയ്യും. മെയിൻ സിമ്പിളായിട്ടുള്ള ഒരു പൂജയാണ് അവിടെ നടക്കുന്നത്. ധാരാളം അന്നം കൊണ്ട് ധാരാളം ഭക്ഷണം ഉണ്ടാക്കുന്നു, ഇല്ലേ, അതെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ധാരാളം പ്രസാദം ഉണ്ടാകുന്നത്, പ്രസാദം ഉണ്ടാക്കുന്നു, ഗോവർദ്ധന ഓഫർ ചെയ്യുന്നു. അതുപോലെ ഗോപന്മാരെല്ലാവരും കൂടി ഗോവർദ്ധനെ കറങ്ങുന്നു, വട്ടം കറങ്ങുന്നു, സർക്കംപ്ലേറ്റ് ചെയ്യുന്നു. അതുതന്നെ ഗോവർദ്ധൻ പൂജ. ഈ ഭക്ഷണം എല്ലാവർക്കും, ബ്രാഹ്മിൻസിനും അതുപോലെ തന്നെ ഫസ്റ്റ് അവരെ പിടിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിച്ച് ബാക്കി എല്ലാവർക്കും, ചണ്ടാളന് വരെ പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാം ഭക്ഷണം കൊടുക്കും, എല്ലാവരും സന്തോഷിക്കും. ഇതാണ് കാര്യം. അപ്പോൾ ഇവരതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ദേവേന്ദ്രന് ദേഷ്യം വന്നു ആണ് കാര്യം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇന്ദ്രൻ ഒരിക്കലും ഒരു ശത്രുവല്ല ഭഗവാന്റെ ഡിവോട്ടി തന്നെയാണ്, അല്ലേ? അതുകൊണ്ടല്ലേ ഭഗവാൻ ഇത്രയും സ്വർഗത്തിൻ്റെ അധിപനായിട്ട് സെലക്ട് ചെയ്യുന്ന എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ കർമ്മത്തിനനുസരിച്ചാണ് അദ്ദേഹത്തിന് പർക്ക് കൊടുക്കുമ്പോൾ സ്വർഗാധിപതിയായിട്ട് കൊടുക്കുന്നത്. ഭഗവാന്റെ ഡിവോട്ടി തന്നെയാണ്. പക്ഷെ അവർക്കും മനസ്സിലാവുന്നില്ല ഭഗവാൻ എന്നതാണ്. ഇതിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഭഗവാൻ നെറ്റ് വന്നപ്പോൾ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. ഇല്ലേ, ആർക്കെങ്കിലും മനസ്സിലായിരുന്നു ഭഗവാൻ ഇത്രയും വലിയ സുപ്രീം പേഴ്സണാലിറ്റി വന്നിരിക്കുന്നവർക്ക് അറിയുന്നുണ്ടോ? വളരെ റെയറായിട്ട്. അല്ലെങ്കിൽ അത്രയും ഭഗവാന്റെ കഴിവോ കാര്യങ്ങളോ മനസ്സിലാക്കണമെങ്കിൽ ആരെങ്കിലും ഒന്ന് മഹാഭാരത യുദ്ധത്തിന് വരുമോ? ഭഗവാനായിട്ട് യുദ്ധം ചെയ്യാൻ ആരെങ്കിലും പോകുമോ? ഒരിക്കലും പോവില്ല. കാരണം എന്താ, ജയിക്കില്ല എന്ന് കറക്റ്റായിട്ട് അറിയാം. യസ്യൈക നിശ്വസന കാലമതാവലംബ്യ ജീവന്തി ലോകലജ്ജ ജഗദണ്ഡനാഥ. ആ വിഷ്ണുവിൻ്റെ ഒരു ശ്വാസത്തിൻ്റെ സമയം മാത്രമാണ് ഈ ജഗദണ്ഡനാഥന്മാരായിട്ടുള്ള ബ്രഹ്മാക്കന്മാർ, വളരെയും ബ്രഹ്മമുണ്ട്, ജീവിക്കുന്നത്. ഒറ്റ ശ്വാസത്തിൻ്റെ സമയം. യസ്യൈക നിശ്വസന കാലമതാവലംബ്യ ജീവന്തി ലോമ വിലജ ജഗദണ്ഡനാഥ. വിഷ്ണുർ മഹാംസ ഇഹസ കലാവിശേഷം. ആ മഹാവിഷ്ണു ആരാണ്? ഈ കൃഷ്ണൻ്റെ കലാവിശേഷം ഒരംശമായിട്ടുള്ള ഇതാണ്. ഗോവിന്ദമാദിപുരുഷൻ തമോഹം പോലെ. അപ്പോൾ ഇതൊന്നും അവർക്ക് അറിയുന്നില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് അവർ ഫൈറ്റ് ചെയ്യാൻ നിന്നത്, അല്ലേ? വളരെ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിരുന്നുള്ളൂ. ഇവിടെ നോക്കൂ, അതിൻ്റെ ഇപ്പം നമ്മൾ പറയും നമുക്കൊന്നും കൃഷ്ണൻ അറിയുന്നില്ല, ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല, കൃഷ്ണശക്തി അറിയുന്നില്ല. അവിടെ ഈവൻ കൃഷ്ണൻ്റെ ഡയറക്റ്റ് അറേഞ്ച്മെൻ്റ് ചെയ്തുള്ള പല നിയന്ത്രിക്കാൻ വേണ്ടി വെച്ചാൽ അവർക്ക് പോലും അറിയുന്നില്ല ഇത് കൃഷ്ണനാണെന്നത്. നമുക്കറിയാം ബ്രഹ്മാവിനെ അറിയുന്നില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഇന്ദ്രൻ ഇതാ ചെയ്തു. എന്ത് ചെയ്തു ഇന്ദ്രൻ? ദേവേന്ദു വർഷതി, ഏറ്റവും വലിയ മഴ, അതായത് പ്രളയ സമയത്ത് വരുന്ന സംവർത്തക മേഘത്തിലേക്ക് വിളിച്ചത്. കാരണം ദേവൻ എന്ത് പറ്റി വളരെ ദേഷ്യം വന്നു, കോപാവിഷ്ടനായി എന്നുള്ളതാണ്. ഇപ്പോഴേ പ്രളയത്തിലാകണം. എന്തിന്?
വ്രജഭൂമി മുഴുവൻ പ്രായത്തിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി എന്താ കാര്യം, ഇവർ അദ്ദേഹത്തിനുള്ള യജ്ഞം യാഗം സ്റ്റോപ്പ് ചെയ്തു. ഗോപേർമഖേ പ്രതിഹത് വ്രജവിപ്ലവായ ദേവേ വിവർഷിതി പശുൻ കൃപയാരിരക്ഷു. ദേവ ഇന്ദ്രൻ എന്ത് ചെയ്തു, വർഷര് കംപ്ലീറ്റ് മഴ പെയ്ച്ചിട്ട് അത് പൊക്കുകയാണ് കംപ്ലീറ്റ്. കൃപയായി രക്ഷു. ഭഗവാന്റെ കൃപ കൊണ്ട് എന്ത് ചെയ്തു, ദത്തുച്ചരീന്ദ്രം അനേക ഏക സലീലം, ഏകക്കരം, ഒരൊറ്റ കൈകൊണ്ട് എന്ത് ചെയ്തു, കളിക്കുന്ന പോലെ, കുട്ടികൾ കളിക്കുന്ന പോലെ എത്ര ദിവസം ചെയ്ത്, 7 ദിവസം. സപ്തദിനാനി സപ്തവർഷേ, സപ്തദിനം 7 ദിവസം. സപ്തവർഷം വെച്ചാൽ അതിന് 7 മാസം 7 വർഷം മാത്രം പ്രായമുള്ള സമയത്ത് സലീലം, ഒരു കളിക്കുന്ന പോലെ, കുട്ടികളെങ്ങനെ കളിക്കുന്നു അതുപോലെ യാതൊരു പ്രയാസമില്ലാതെ പൊക്കി. എന്തിനു വേണ്ടി പൊക്കി? ദേവേദി വർഷതി. ദേവൻ എന്ത് ചെയ്തു, കണ്ടിന്യൂസ് മഴ, സമ്പർത്തം പോലുള്ള മേഖലയെ കൊണ്ടുവന്ന് മഴ, കംപ്ലീറ്റ് മഴ, വെള്ളം പൊങ്ങി. ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തോന്നി. എല്ലാവർക്കും അറിയാം കൃഷ്ണൻ്റെ സ്പെഷ്യൽ കഴിവുണ്ട്. അതുകൊണ്ട് കൃഷ്ണനോട് പറഞ്ഞാൽ രക്ഷപ്പെടുത്താം. കൃഷ്ണനെ വിളിച്ചു. കൃഷ്ണൻ എന്ത് ചെയ്തു, മഹീന്ദ്രൻ ഗോവർദ്ധൻ എന്ത് ചെയ്തു, ഒരൊറ്റ കൈ കൊണ്ട് പോക്കി വളരെ ഈസി ആയിട്ട്. എങ്ങനെ ചെറിയ കുട്ടികൾ ചെറിയ കുടകളൊക്കെ എങ്ങനെ എടുത്ത് കളിക്കുന്നു, വീശുന്നു, അതുപോലെയൊക്കെ പിടിച്ചു. 7 ദിവസം നിന്നു അതുപോലെ. പക്ഷേ ഒരു ടയർഡും ഉണ്ടായില്ല, വളരെ ഈസി ആയിട്ട് നിന്നു. അപ്പോൾ എന്തായി, അപ്പോൾ ആ സമയത്ത് അപ്പോഴാണ് ആർക്ക് അറിയുന്ന സംഭവം, ദേവേന്ദ്രൻ്റെ മനസ്സിലായത് അപ്പോഴാണോ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, കളിച്ചത് ഭഗവാനോടെങ്കിൽ ശരിയായ കൃഷ്ണനോടാണെന്നുള്ളത്. അത് വിചാരിച്ചു ഇവിടെയുള്ള സാധാരണ പശു മേയ്ക്കുന്ന ഒരു കൃഷ്ണൻ എന്നുള്ള രീതിയിലാണ് വിചാരിച്ചത്. അങ്ങനെ പറയുന്നത്. ഇത്രയും ആ പയ്യൻ പറഞ്ഞ് കേട്ടിട്ട് ഇവർക്ക് ബുദ്ധിയില്ലാതായില്ലേ എന്നാണ്. പക്ഷെ അവർക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. ഇവിടെ ഇന്ദ്രൻ്റെ ബുദ്ധിയെ നശിച്ചത്. അപ്പോൾ അങ്ങനെ ഇന്ദ്രൻ മഴ പെയ്യിച്ച് ഭയങ്കര ടോട്ടലി മഴ പെയ്യിച്ചു. ആകെ ഇതായ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു, ഗോവർദ്ധൻ പൊക്കി. അതാണ് ഗിരിധാരി എന്നുള്ള പേര് വരുന്നത്. ഗോവർദ്ധൻ പൊക്ക മാത്രമല്ല, അത് അവിടുത്തെ ആൾക്കാരെ മുഴുവൻ അതിൻ്റെ അടിയിലേക്ക് വരാൻ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ അത് വികസിക്കുന്നുണ്ടായിരുന്നു, ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും. അതായത് എക്സാക്റ്റായിട്ട് എങ്ങനെ ആ കംപ്ലീറ്റ് വ്രജഭൂമിയിൽ ആൾക്കാർ മുഴുവൻ രക്ഷപ്പെടാൻ വേണ്ടി മഴ പെയ്യുന്ന സമ്പർദ്ദമൊക്കെ അടിക്കുന്ന എവിടെയും ഉള്ളടിക്കുന്നു, വെള്ളം പുറത്ത് പോകുന്നു. വ്രജഭൂമിയിൽ വെള്ളം വരുന്നില്ല. അത് കണ്ടപ്പോഴാണ് ഇന്ദ്രൻ മനസ്സിലാക്കുന്നത് പെട്ടു നമ്മൾ അവിടെ അപകടമായി എന്നുള്ളത്. പിന്നെ വളരെയധികം ക്ഷമ ചോദിക്കുന്നുണ്ട്. പ്രത്യേക സ്ഥലത്ത് സുരഭി പശുവിക്ക് കൊണ്ടുവന്ന് സ്പെഷ്യൽ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ദ്രസ്തുതി. നമുക്കത് ഗോവർദ്ധനിൽ പോയാൽ കാണാം. ഇവിടെ വൃന്ദാവനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇന്ദ്രൻ്റെ ആ സ്ഥലം അവിടെ കാണിക്കുന്നുണ്ട്. ശരി, നമുക്ക് അവിടെയുണ്ട്, ആ പേരിൽ തന്നെയുണ്ട് ശരിക്കും ഇന്ദ്രൻ്റെ സ്തുതി നടത്തിയ സ്ഥലം. അതായത് ഭഗവാനെ മനസ്സിലാക്കാൻ ആൾക്കാർ കഴിയുന്നില്ല ഒറിജിനലി. ഇപ്പോഴും നമ്മളെന്താ ചെയ്യുന്നത്, കൃഷ്ണ ഇസ് ദി സുപ്രീം നമ്മൾ പറയുകയാണെങ്കിൽ ആൾക്കാർ സമ്മതിക്കുന്നുണ്ടോ? സമ്മതിക്കുന്നില്ല. അത് ഇസ്കോൺകാർ പറയുന്നുണ്ട്, ഹരേ കൃഷ്ണക്കാർ പറയും. പക്ഷേ ഇവിടെ എത്ര വർഷങ്ങൾക്ക് മുന്നേ ഭഗവാന്റെ സുപ്രീമസി കാണിക്കാനായിട്ട് എന്ത് ചെയ്തു? എന്തായിരുന്നു ഭഗവാന്റെ ആവശ്യം അവിടെ? ഭഗവാന്റെ ആവശ്യം അവിടെ എന്തായിരുന്നു? ഭഗവാന്റെ ആവശ്യം എന്ന് വെച്ചാൽ ഭഗവാനെ മാത്രം, അതായത് ഭഗവാന്റെ ഡ്യൂട്ടീസിന് മറ്റൊരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്ന കാര്യം. അതിനു വേണ്ടിയാണ് ചെയ്തത്. അങ്ങനെ ദേവർഷി ഭൂതാബ്ദ നിടാം പുതർന്നാം നാക്കിങ്കുരായ വിനീച്ചരാജൻ അങ്ങനെയാണ് പറയുന്നത്, ശാസ്ത്രം പറയുന്നത്, നാദമഹർഷി പറയുന്നു. ദേവന്മാർ, ഋഷികൾ, ദേവർഷി ഭൂതാബ്ദ നിടാം ഇല്ലേ, എല്ലാ മറ്റുള്ള ഭൂതങ്ങൾ, ഏത് ജീവഭൂതങ്ങളായാലും എന്തായാലും ശരി, രാജാക്കന്മാരായാലും ആരായാലും ശരി, ആർക്കും ഇല്ല. സാധാരണ മനുഷ്യർക്ക് ആർക്കും, ദേവന്മാർക്കോ ഋഷിമാർക്കോ ആരും കടക്കാരനല്ല. ആരാ കടക്കാരനല്ലാത്തത്? സർവാത്മനായ ശരണം ശരണ്യമാണ്. സർവാത്മ നമ്മൾ ടോട്ടലി സറണ്ടർ ആവുകയാണ്. ആർക്ക്? ശരണം ശരണ്യം. ആരെയാണ് നമുക്ക് ശരണം പ്രാപിക്കേണ്ടത്? ഭഗവാനെ. അങ്ങനെ ശരണം പ്രാപിച്ച ആൾക്കാർക്ക് ആരുടെയും ഒരു കടപ്പാടുമില്ല എന്നർത്ഥം. പിന്നെ മറ്റൊന്നിൻ്റെ പൂജയുടെ ആവശ്യമില്ല, മറ്റൊരു യജ്ഞത്തിൻ്റെ ആവശ്യമില്ല. ടോപ്പ് മോസ്റ്റ് യജ്ഞം ഏതാണ് ശരിക്കും? എന്താ ടോപ്പ് മോസ്റ്റ് യജ്ഞം? ഇവിടുത്തെ നാമജപം,
യജ്ഞാനാം ജപയജ്ഞോസ്മി ഗീത വായിച്ചു നോക്കൂ. ഇതിൽ വളരെ കറക്റ്റായിട്ടുണ്ട്. യജ്ഞങ്ങളിൽ വെച്ച് ഞാൻ ജപയജ്ഞമാണെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ പറയുന്നത് ജപയജ്ഞോസ്മി. ആരാണ് ജപയജ്ഞം എന്ന് പറയുന്നത്? അവിടെ ആരാ പറയുന്നത്? കൃഷ്ണ പറയുന്നത് അല്ലേ. അപ്പോൾ കൃഷ്ണനാണ് എന്ത്? യജ്ഞങ്ങളിൽ ജപയജ്ഞം. അപ്പം കൃഷ്ണന്റെ നാമം ചെല്ലുമ്പോഴും അതാണ് ജപം. കൃഷ്ണൻ തന്നെ പറയുന്നത്, വേറെ ആരുമില്ല. ഇത് ഇസ്കോൺ പറയുന്നതല്ല, ഭഗവത്ഗീതയിലുള്ളത്. യജ്ഞാനാം ജപയജ്ഞോസ്മി. അപ്പോൾ 25 ശ്ലോകം. അപ്പോൾ അവർക്കത് മനസ്സിലായിട്ടില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ആർക്ക്? ബ്രജവാസികൾക്ക് അറിയാം. ആരെ ഹരിക്കുന്നില്ല. എല്ലാവരും പറയില്ലേ ഗോപികുമാര് ഭഗവാന്റെ കൂടെ ഓടിച്ചു എന്നൊക്കെ പറയുന്നില്ല. ആരാ ഗോപികുമാര്? നകലു ഗോപിക നന്ദനോ ഭവാൻ അഖില ദേഹിന അന്തരാത്മദൃക്. അവർക്കെന്താ അറിയാത്തത്? പിന്നെ അവർക്കെന്താ അറിയാത്തത്? അഖില ദേഹിന അന്തരാത്മദൃക്കാണ് നീ ചെയ്യുന്നത്. നകലു ഗോപിക നന്ദനോ ഭവൻ. നീ ആ ദശരഥ മകളൊന്നുമല്ല എന്ന് മനസ്സിലല്ലേ. അവർക്കറിയാത്ത ഫിലോസഫിയിൽ എന്താണ് നമുക്കറിയാത്തത്. അതുകൊണ്ട് നമ്മൾ പറയുന്നു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യുന്നു. വികലസാത്തിതോ വിശ്വബുദ്ധയെ സഖബുദ്ധൈവൻ സാത്തതാങ്കൊല്ലേ. നീ ഇവിടെ വന്ന് സ്പെഷ്യലായിട്ട് വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി വന്നു? ബ്രഹ്മാവിൻ്റെ വിഷമം. ബ്രഹ്മാവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നീ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇനി എന്താ അറിയാലോ? ഗോപിമാർക്ക് എന്താ അവർക്ക് അറിയാത്തത്? ഇതായിരുന്നു അറിയായിരുന്നു. നമ്മുടെ ഭീഷ്മോപദമൻ പറയുന്നുണ്ടല്ലോ, ശരശൈലി കിടന്നിട്ട് അക്ഷമി ഭഗവാൻ സാക്ഷാത്. ഈ കൃഷ്ണൻ നോക്കൂ ആരാന്ന് പറയും. സാക്ഷാത് ഭഗവാനാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. പക്ഷെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അക്ഷമി ഭഗവാൻ സാക്ഷാത് ആദിനാരായണ പുമാൻ. ഇതാണ് ആദിനാരായണൻ. നമ്മൾ നാരായണ എന്ന് പറയുന്നുണ്ട്. പല ആൾക്കാർ നാരായണ എന്ന് പറയുന്നുണ്ട്. വളരെ നല്ലതാണ്. പക്ഷെ ആദിനാരായണൻ കൃഷ്ണനാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആര് പറയുന്നു? ഭീഷ്മർ. 12 മഹാജനങ്ങൾ ഒരാളാണ് ഭീഷ്മർ. അദ്ദേഹം പറയുന്നു ആദിനാരായണ പുമാൻ. അപ്പോൾ നമ്മൾ എന്ത് നാമം ചൊല്ലുന്നുണ്ട് അവിടെ? കൃഷ്ണ എന്നല്ല അല്ലേ. മോഹയന്മായ ലോകം ഗൂഢശക്തി വിശുഷു. എല്ലാവരും മോഹത്തിലിട്ടിരിക്കുന്നു. മോഹത്തിലിടാൻ ചെന്താ നമ്മൾ മോഹത്തിലിടാൻ എന്താവും? പിന്നെ നമ്മൾ ഭ്രാന്തനാവും. കാരണം ശരിയായ കാര്യമൊന്നും അറിയുന്നില്ല. മോഹയാൻ മായ ലോകം ഗൂഢശക്തി വിശുഷു. വിഷ്ണുയുടെ കൂടെ നടക്കുകയാണ്. നീ വിഷ്ണു എന്നല്ല. മനസ്സിലായി? നീ വിഷ്ണുവല്ല. എങ്ങനെ വിഷ്ണുവും? ഭഗവാൻ എന്താ പറയുന്നത് ഗീതയിൽ? അഹം സർവസ്യ പ്രഭോ എന്നല്ലേ പറയുന്നത്. എല്ലാം എന്നിൽ നിന്നുണ്ടാവുന്നത്. പിന്നെ ഭഗവാൻ ഒരു ഏതെങ്കിലും കുലത്തിൽ വന്ന് ജനിക്കാൻ പറ്റുമോ ഭഗവാന്? ഇല്ല. ഇത് ശരിക്കും നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം അവിടെ അവർക്ക്. പക്ഷെ അവരെ തന്നെ പിന്നെയും പഠിപ്പിക്കുന്ന ഭഗവാൻ ചെയ്യാൻ പാടില്ല. നോക്കൂ, ആ ഗോപിമാർക്ക് ശരിക്കും അറിയാം. എന്നിട്ടും പറഞ്ഞ് മനസ്സിലാക്കണം വേണ്ടു ഇങ്ങനെയാണ് ഇതാണ്. അത് നമുക്ക് വേണ്ടിയാണ്, ശരിക്കും നമുക്ക് വേണ്ടിയാണ്. അപ്പം അവിടുത്തെ ഗോവർദ്ധൻ പൂജയുടെ മെയിൻ ഉദ്ദേശം ഇതായിരുന്നു, ഭഗവാന്റെ സുപ്രീമസി കാണിക്കുക എന്നുള്ളതാണ്. ഭഗവാനെ എല്ലാം അറിയണം അല്ലേ. കാരണം കൃഷ്ണൻ തന്നെ എന്നുള്ളത് കൃഷ്ണൻ തന്നെ കാണിച്ചു കൊടുക്കുക. ഗീതയിൽ പറയുന്നുണ്ട്, പലതരത്തിലും പറയുന്നുണ്ട്, ഭാഗവത്തിൽ പറയുന്നുണ്ട്. ഈ എന്നെ മാത്രം ഞാനാണ് ആമവാസമാകരെ നാണ്യത, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതിനെ സൃഷ്ടിക്ക് മുന്നേ ഞാൻ തന്നെ, സൃഷ്ടിയുടെ സമയത്ത് ഞാൻ തന്നെ, സൃഷ്ടിക്ക് ശേഷം, സൃഷ്ടി അവസാനിക്കുമ്പോഴും എവിടെയുള്ളത്? ഭഗവാൻ തന്നെ. പിന്നെ എപ്പോഴും സൃഷ്ടിക്കണം തോന്നുന്നുണ്ടെങ്കിൽ, പിന്നെ തോന്നുകയാണെങ്കിൽ, അതായത് ഇനിയും ഈ ആൾക്കാർക്ക് ഒരു ചാൻസ് കൊടുക്കുകയാണ്. മനസ്സിലായി? ചാൻസ് കൊടുക്കുന്നുണ്ടില്ലേ പല കളികളും. ഒരു ചാൻസ് കഴിഞ്ഞാൽ ഒന്നും കഴിഞ്ഞാൽ രണ്ട് മൂന്നാമത് കഴിഞ്ഞാൽ ഔട്ടാവും. പിന്നെ അവർക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും മറ്റ് കളികളിൽ ചാൻസ് കൊടുക്കും. അങ്ങനെയാണ്. അതുപോലെ ഇത് വേറെ കളികളിലാണ്. വീണ്ടും സൃഷ്ടി വരുന്നു, വീണ്ടും തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നോക്കൂ, നമുക്ക് മാത്രമല്ല, ഇപ്പം ഇവിടെ ദേവേന്ദ്രനെ തെറ്റുപറ്റുന്നു, ഇവൻ ബ്രഹ്മാവിനെ തെറ്റു. ഈ യൂണിവേഴ്സിൻ്റെ എഞ്ചിനീയറാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ എഞ്ചിനീയറാണ്. അദ്ദേഹത്തിന് മിസ്റ്റേക്ക് പറ്റുന്നു. എങ്ങനെ മിസ്റ്റേക്ക് പറ്റി? ഭഗവാനെ തന്നെ ഗോപന്മാരെ അദ്ദേഹം അതുപോലെ പശുക്കളി നോക്കുന്നു. ഭഗവാൻ എന്താ സാധനം? ഭഗവാൻ മുട്ടന്തര ആസിറ്റിസ് അതുപോലെ ഏത് പശുവിന് ഏത് തരത്തിലുള്ള മരുന്നുണ്ട്, ഏത് രീതിയിലുണ്ട്, അതേപോലെ സൃഷ്ടിക്കുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആസിറ്റിസ് അതുപോലെ ഏത് ഗോപന്മാർ കുട്ടികളൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയ്ക്ക് അറിയുന്നില്ല. സെയിം ആസിറ്റിസ്, ഒരു വ്യത്യാസമുള്ള ചെല്ലുന്നു. അപ്പോൾ ഭഗവാൻ ആരാ?
അവിടെ അത് കണ്ടിട്ടാണ് ബ്രഹ്മാവിനും അപകടം പറ്റുന്നത്. പറ്റിയതിൽ മനസ്സിലായി വീണ്ടും വന്നിട്ട് വേറെ സ്ഥിതി എല്ലാം ചെയ്യുന്നുണ്ട്. അവസാനം ചെയ്യുന്ന മസ്ക് അടിക്കുന്നുണ്ട് ഭഗവാൻ. മിസ്റ്റേക്ക് പറ്റി ശ്രമിക്കണം സാഷ്ടാംഗം വന്ന് ഇല്ലേ. ഇവിടെ 4 തലയുള്ള ബ്രഹ്മാവ് ഭഗവാനടുത്ത് മില്യൺ കണക്കിന് തലയുള്ള മറ്റുള്ള യൂണിവേഴ്സസ് ഉണ്ട്, തലയുള്ള ബ്രഹ്മാക്കന്മാരുണ്ട്. പക്ഷെ അതറിയുന്നില്ലേ, നമ്മളെ ഇത് വെച്ചാണ് നോക്കുന്നത്. അപ്പൊ അതാ ഭഗവാന്റെ ഇത് പറയുന്നുണ്ട്, ബ്രഹ്മാവിനെ പറയുന്നുണ്ട്, ഭഗവാന്റെ കാര്യങ്ങളുണ്ടല്ലോ ഭഗവാൻ തന്നെ അറിയില്ല, അത്രയും ഇതാണ്. യഥാകാശം, ആകാശത്തിന് എങ്ങനെയാണ് ആകാശത്തിന്റെ വിസ്തൃതി അറിയുന്നില്ല, അതുപോലെ തന്നെ ഭഗവാൻ സ്ഥിതി അങ്ങനെയാണ്. അത്രയും ടോപ്പായുള്ള ഭഗവാൻ പറയണ എന്നെ മാത്രം ആരാധിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യും? നമ്മളെന്ന് പറയും അതും പറ്റില്ല, വേറെ ആൾക്കാരുണ്ട് അല്ലേ, വേറെ ആൾക്കാരുണ്ട്, നമുക്കത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഭഗവാൻ ഇവിടെ വളരെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ തന്നെയാണ്. ആരാണ്? ഞാൻ തന്നെയാണ് ഈശ്വരൻ, ഞാൻ തന്നെയാണ് സർവേശ്വരൻ. ഈശ്വരന്മാർ ധാരാളമുണ്ട്, മനസ്സിലായി, ഈശ്വര പരമകൃഷ്ണനാണ്, അങ്ങനെയാണ്. ഈശ്വരന്മാർ ധാരാളമുണ്ട്, പക്ഷെ അത് പരമമായിട്ട് ഈശ്വരനല്ല, സർവേശ്വരനല്ല എന്നർത്ഥം. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അത് വളരെ ക്ലിയർ ആയിട്ട് കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് എന്താ, തെക്തോദേഹം പുനർജന്മ നേതി മാമേത്തി സ്വാർച്ചന. തെക്തോദേഹം പുനർജന്മ എന്നാ ഏത്തി. എന്തുകൊണ്ട് പുനർജന്മത്തിലേക്ക് വരുന്നില്ല? ജന്മകർമ്മച്ചമായ ദിവ്യം, ഇതറിയണം എന്നർത്ഥം, വേറെ ഒന്നുമില്ല. എൻ്റെ ജന്മങ്ങളും കർമ്മങ്ങളും എല്ലാം ഡിവൈനാണ്, അധ്യവനാണ്. ഏവം യോ വ്യക്തി തത്വത, ഇത് അറിയണം, തത്വത്തോടുകൂടി അറിയണം. ഇതറിഞ്ഞാൽ മാത്രം പോരാ, വളരെ ക്ലിയർ ആയിട്ട് അതുപോലെ തന്നെ പ്രവർത്തിക്കണം. അങ്ങനെയാണ് ഞാൻ തന്നെയാണ് മെയിൻ നല്ലത്. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തെക്വാദേഹം പുനർജന്മ ഏത്തി മാമേത്തി സ്വർദ്ധ. അതിന് ഇത് മാത്രം അറിഞ്ഞാൽ മതി, ഇല്ലേ? നമുക്കിത് ആർക്കും അറിയാതിരിക്കുന്നുണ്ടോ? ഉണ്ടോ? നമുക്ക് ആർക്കും അറിയാതിരിക്കുന്നുണ്ടോ? കൃഷ്ണനാണ് സുപ്രീം, കൃഷ്ണൻ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നില്ലേ? അപ്പൊ നമ്മുടെ സ്ഥിതി എന്താണ്? തെക്തദേഹം പുനർജന്മത്തി. നമ്മളൊന്നും അപ്പൊ എന്ത് ചെയ്യുന്നു വരുന്നില്ല, പുനർജന്മത്തിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ട്? കൃഷ്ണനാണ് സുപ്രീം അല്ലേ? കൃഷ്ണനെ ആരാധിക്കലാണ് ഏറ്റവും വലിയ ആരാധന. ആരാധനം സർവേഷാം വിഷ്ണു ആരാധനം പരാം അല്ലെ? അതിലെ പുരാണത്തില് എന്താ പറയുന്നത്? വിഷ്ണു ആരാധനം. ആദ്യ വിഷ്ണുവാണ് ആര്? കൃഷ്ണ. അത് നേരത്തെ പറഞ്ഞു, ആദ്യ നാരായണ പറഞ്ഞു ആ കൃഷ്ണനാണ്. അപ്പൊ കൃഷ്ണൻ അറിയുന്നതുകൊണ്ടും കൃഷ്ണൻ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് പോസ്റ്റ് മനസ്സിലായി നടത്തും. ഇനി ഗോളടിച്ചാൽ മതി, അത്രയും ആവശ്യം. നമുക്ക് പോസ്റ്റ് മനസ്സിലായി, ഇനി ഗോളടിക്കണം. ബോള് കയ്യിൽ വന്നിട്ട് നമുക്കറിയാം, പോസ്റ്റ് മനസ്സിലാക്കി തന്നു, ബോളിൽ കയ്യിൽ വന്നാൽ അടിക്കുക, ജസ്റ്റ് ഇട്ടുകൊടുത്താൽ മതി അടിക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ഇവിടെ എന്തിനും പോരാ, ഈ ബോൾ പോരാ, വേറെ ബോൾ കാണുന്നത് അങ്ങനെ നമ്മൾ പറയും, ഈ ബോൾ പോരാ, കറക്റ്റല്ല. അങ്ങനെയാണ്. ഏതായാലും ആർക്ക് യാതൊരു സംശയമില്ലാതെ ആ സ്റ്റെപ്പ് ലക്ഷ്യം മനസ്സിലാക്കിയിട്ട് ആ ഗോൾ അടിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ നമുക്കെല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും എല്ലാവരും നാമം ജപിക്കുമ്പോഴും ഇത് മാത്രം ഓർത്താൽ മതി. ഏത് ഈ ഹരേ കൃഷ്ണ ഇത് മാത്രം. അതായത് കൃഷ്ണൻ സുപ്രീം, മനസ്സിലായില്ലേ? ഞാൻ കൃഷ്ണന്റെ ദാസനാണ്, ഇതാണ് അറിയേണ്ടത്. ഞാൻ കൃഷ്ണനല്ല, ഞാൻ കൃഷ്ണദാസാണ്. മനസ്സിലായില്ലേ? എന്താ അറിയേണ്ടത്? മനസ്സിലായില്ലേ? കൃഷ്ണ നിത്യസേവ ചെയ്യണം അല്ലേ? ഭഗവാൻ എന്ത് ചെയ്യണം? നിത്യസേവ നമ്മൾ ചെയ്യണം. അതാണ് ഇത് മനസ്സിലാക്കി. സേവ ചെയ്തിരിക്കും, സേവ ചെയ്യുന്നത് മറ്റുള്ള ആൾക്കാരായിരിക്കും. അവിടെ പോകുന്ന പ്രശ്നം. അതുപോലെ തന്നെ നമ്മുടെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞ ആ 2-3 കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് അറിയണം. നാ ധനം, നാ ജനം, നാ സുന്ദരി. നാ ധനം ആൾക്കാർ പിന്നെ സമ്മതിക്കും, നാ ജനം സമ്മതിക്കില്ല. ജനം നമുക്കൊരു സ്പെഷ്യൽ ഇതുണ്ടായിരിക്കും. നമുക്ക് ഫോളോവേഴ്സ് വേണം, കുറെ ആൾക്കാർ നമ്മളെ ബഹുമാനിക്കണം. അത് വന്നാൽ അത് കൃഷ്ണ എന്നർത്ഥം. നമുക്ക് തോന്നും എല്ലാവരും എനിക്ക് തോന്നിയില്ല എല്ലാവരും എങ്ങനെ ഇത്ര വിഡ്ഢികളാണോ ഞാനും കൃഷ്ണൻ വിചാരിക്കാൻ. പക്ഷെ ഇതാണ് കൃഷ്ണ എന്ന് പറയുന്നത്. ഞാൻ കൃഷ്ണ എന്ന് ഉദ്ദേശിക്കുന്നത് പൊതുവെ ഞാൻ എല്ലാവർക്കും അറിയാം കൃഷ്ണ ഭഗവാൻ തന്നെയാണ്. പക്ഷെ എന്താണ്, എന്നെ ആൾക്കാർ ബഹുമാനിക്കണം, എന്നെ ആൾക്കാർ ആരാധിക്കണം. മനസ്സിലായി? അത് മറ്റൊരു കൃഷ്ണനാണ്.
അതാണ് ആ മെയിൻ പോയിന്റ്. അതാണ് നാ ധനം നാ ജനം. അവർക്ക് മനസ്സിലായിട്ടില്ല. അത് കറക്റ്റ്. നാ ധനം, പൈസ പിന്നെ വിടും. നാ സുന്ദരി, ഓക്കെ ബ്രഹ്മചാരിയാവാം, നോ പ്രോബ്ലം. നാ ധനം നാ ജനം നാ സുന്ദരി, കവിതാണോ? മനസ്സിലായില്ലേ? അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നും അറിയണ്ട. നമുക്ക് തന്നെ മഹാപ്രഭു പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, ഞാൻ വിദ്യയാണെന്ന് എൻ്റെ ഗുരു പറഞ്ഞു. നീ നാമം ജപിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ നാമം ജപിക്കുന്നു പറഞ്ഞു. അത് ആരാ പറയുന്നത്? കൃഷ്ണനെ പറയുന്നത്. കൃഷ്ണ വന്ന് പറയുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും സന്യാസി വേദങ്ങളൊക്കെ ശരിക്കും വായിച്ച് മനസ്സിലാക്കി അങ്ങനെയും സംസാരിക്കേണ്ടതല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? അപ്പോൾ എൻ്റെ ഗുരു പറഞ്ഞു, ഞാൻ വിദ്യയാണ്, എനിക്കൊന്നും മനസ്സിലാവില്ല. ഈ പറയേണ്ട അർത്ഥം ഈ കലികാലത്തിൽ എല്ലാവരും വിദ്യയാണെന്ന് അർത്ഥം. അങ്ങനെ പറഞ്ഞ് വിടുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നത് തെറ്റാ. കാരണം ഭാഗവതം പറയുന്നില്ല. ഭാഗവതത്തിൽ പറയുന്നത് കലികാലത്തിൽ എല്ലാവരും ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്ന് പറയുന്നത് മന്ദാഹ സുമന്തമതയ മന്ദവാക്യ ഉദ്രത. കലിയുഗത്തിലെ ആൾക്കാർ അതാ പറയുന്നത്. ഏതെങ്കിലും ആൾക്കാർ രക്ഷപ്പെട്ട് നടക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ഇതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നതിന് എന്താണ്? അത് തന്നെ നമ്മുടെ കൃഷ്ണ എന്നുള്ള പൊസിഷനാണ്. നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുന്നത് നമുക്കറിയാം. എനിക്കറിയാം ധാരാളം അറിയാം. നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു കൃഷ്ണനായി നിർത്തും. അങ്ങനെയാണ് നമ്മൾ ആ ആളുടെ എല്ലാം അറിയുന്ന ആളുടെ ദാസനാണെന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. അതാണ് കാര്യം. ആ രീതിയിലേക്ക് നമ്മൾ വരാൻ എല്ലാവരും കൃഷ്ണന്റെ കാര്യം അറിഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ ഇതിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് നോ പറയാനുള്ള പ്രയാസങ്ങളുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നോ ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ കൃഷ്ണ സുപ്രീം മനസ്സിലാക്കിയിട്ട് കൃഷ്ണദാസനാണെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് വേറെ വഴിയൊന്നുമില്ല, വേറെ വഴി എനിക്കില്ല. എന്താണ്? കർമാഭിയേകം തസ്യ ദേവസ്യ സേവ. ഏത് ദേവന്റെ? ഏകം ശാസ്ത്രം ദേവകീപുത്രഗീതം. ആ ദേവകീപുത്രന്റെ സേവയാണ് എനിക്കുള്ള വർക്കുന്നത്, വേറൊന്നുമല്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ചെയ്യും കൂടി ആകുമ്പോൾ അത് വിത്തിൻ നമ്മൾ ടേക്ക് ഓവർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാം. നമ്മൾ ഈ ജന്മത്തിൽ തന്നെ കയറാം നടത്തും. ഇത് മനസ്സിലാക്കി അത് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ. ഹരേ കൃഷ്ണ. ഗോവർദ്ധൻ ശരിയായി കഴിഞ്ഞു. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ 1 മിനിറ്റ് ചോദിക്കാം. ബ്രഹ്മാവിന്റെ 7 ദിവസം വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം പറയും പ്രഭുവിനെ? സഹസ്രയുഗം പര്യന്തം മഹാരത് ബ്രഹ്മണോ ഇത് 1000 ചതുർയുഗാണ് ബ്രഹ്മാവിന്റെ ഒരു പകല്. അപ്പൊ 7 ദിവസത്തിന് എത്ര ചുരുക്കം? 7 കൽപ്പങ്ങൾ. അതായത് കൽപ്പത്തിന്റെ മഹാകൽപ്പമുണ്ട്, അത് ബ്രഹ്മാവിന്റെ ഇതനുസരിച്ചുള്ള ഒരു കൽപ്പമുണ്ട്. ടോട്ടലി കഴിഞ്ഞാൽ അത് മഹാകൽപ്പമാവുന്നു. ഒരിക്കലും നിന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ശാസ്ത്രം അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മളോട് പറഞ്ഞ് എന്താണ് നമ്മൾ കേൾക്കുന്നത്? ഇനിയിപ്പോൾ നമുക്ക് ഇത് എന്നെ ആൻസർ പറയാൻ പറ്റും ഏതെങ്കിലും തരത്തിലുള്ള അവർ പറയുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് 7 ദിവസം എന്ന് പറഞ്ഞു. ആ 7 ദിവസം തന്നെയാണ്. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ദ്രന്റെ സമയത്താണ്. ഇന്ദ്രനെയാണ് ചെയ്യുന്നത്. ഇന്ദ്രന് ഇതിൽ വരുന്നില്ല. ബ്രഹ്മാവാണെങ്കിൽ നമുക്ക് ചോദിക്കാം, ബ്രഹ്മാവ് ചെയ്ത ഇത് എത്ര നാൾ നടന്നു എന്നുള്ളത്. ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാണോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഇതെല്ലാം പ്രശ്നം വരുന്നില്ല. കാരണം ഇത് ഇന്ദ്രനാണ് ചെയ്തത്. അത് പ്രജാവാസികൾ 7 ദിവസമാണത് ആ സമയത്ത്.